ആപ്കി അദാലത്തിൽ ഗായകനായ അനൂപ് ജലോട്ടിന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഇമേജ് ഇല്ലാതാക്കി എന്നുള്ളതാണ്. അനൂപ് ജലോട്ട് സാർ, താങ്കൾ 25 വർഷമായിട്ട് പാടുന്നുണ്ട്. ജനങ്ങൾ താങ്കളെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭക്തി സാമ്രാജ്യത്തിൽ താങ്കളെ ഭജൻ മഹാരാജ് എന്ന് വിളിക്കുന്നു. ഭക്തിയോടാണ് ജനങ്ങൾ താങ്കളെ കാണുന്നത്. പക്ഷേ ഇത്രയും പ്രായമായതിനു ശേഷം താങ്കൾ ജസ്ലീന്റെ അടുത്ത് എത്രത്തോളം മനസ്സ് നൽകിയെന്ന് വെച്ചാ? ഇപ്പോഴൊക്കെ താങ്കൾ എനിക്ക് പേഴ്സണലായിട്ട് ഒരു പ്രയാസമുണ്ട്. അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ജനങ്ങൾ എന്നെ ഞാൻ ഈ സന്യാസിയെപ്പോലെയാണ് കണക്കാക്കുന്നത്. ദയവ് ചെയ്ത് അങ്ങനെ നോക്കല്ലേ. ജനങ്ങൾ എന്നെ ഞാൻ ഈ സന്യാസി എന്നാണ് കണക്കാക്കുന്നത്. ഭജനകൾ മാത്രമേ പാടുകയുള്ളൂ, പല വർഷങ്ങളായി പാടുന്നു. അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അദ്ദേഹം ഒരു സന്യാസിയെപ്പോലെ ആയിരിക്കുമെന്ന് കരുതുന്നു. ഞാൻ തീർച്ചയായും സന്യാസിയല്ല. നിങ്ങളെപ്പോലെ വെറും സാധാരണ ശരാശരി മനുഷ്യനാണ്. മാത്രമല്ല, ഇദ്ദേഹത്തോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. ഇന്റർവ്യൂവിനു ശേഷം ലഞ്ച് അറേഞ്ച് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ് റെഡ് വൈൻ അറേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം പാർട്ടിയിൽ എല്ലാവരുടെ മുൻപിലും വെച്ച് ഒരു സോഷ്യൽ ഡ്രിങ്ക് ഉണ്ടാകും. അത് കുടിക്കുമ്പം ആരിൽ നിന്നും ഒളിപ്പിച്ചൊന്നും കുടിക്കില്ല, ഓപ്പണായിട്ടല്ലേ കുടിക്കുക. പക്ഷെ ചില സമയങ്ങളിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ചാ, ചില സമയത്ത് ഭജൻ സിംഗ് ഇങ്ങനെയാകുന്നത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്നില്ല. അദ്ദേഹത്തിന്റെ മേഴ്സിഡീസിൽ കറങ്ങാൻ പാടില്ല. പിന്നെ അദ്ദേഹം നല്ല വീട്ടിൽ താമസിക്കരുത്. അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു കമണ്ഡലം ഉണ്ടാകണം. പിന്നെ അദ്ദേഹം വെറും ഒരു വേഷ്ടി ചുറ്റി നാട് മുഴുവൻ ഭജന പാടി നടക്കണം. പക്ഷെ താങ്കൾ കമണ്ഡലം എടുത്തുകൊണ്ട് ഒരു ആശ്രമം തുടങ്ങുകയാണെങ്കിൽ ശരിക്കും സമ്പാദിക്കാം. പക്ഷെ അത് സമ്പാദ്യത്തെക്കുറിച്ചുള്ളതല്ലോ. ഞാൻ അതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഇമേജിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഞാൻ ഭജൻസ് പാടും, ഗുരുനാനക് ജിയുടെ പാട്ടുകൾ പാടും. അതിലെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ, ദുഃഖ സുഖ ദോനോ സമകരി ജാനെ ഔർ മാൻ അപമാന ഹർഷ് ശോകത്തെ രഹേ അതീത തിൻ ജഗ് തത്വ പഛാന. ജനങ്ങൾ ഈ സുഖദുഃഖങ്ങൾ കാരണം അഫക്റ്റ് ആയിട്ടുണ്ടാകും. മാനം അപമാനം കാരണം അഫക്റ്റ് ആയിട്ടുണ്ടാകും. വലിയ സന്തോഷം പ്രശംസ കാരണം അഫക്റ്റ് ആയിട്ടുണ്ടാകും. ഞാൻ എന്താ വിചാരിക്കുന്നതെന്ന് വെച്ചാൽ, ഞാൻ അങ്ങനെയുള്ള ഒരാളല്ല. ഞാൻ എന്റെ ജോലി ചെയ്യുന്നു. പിന്നെ എന്റെ ഇമേജ് ചീത്തയായെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. പക്ഷെ അത് തീർച്ചയായും ചീത്തയായിട്ടില്ല. ജനങ്ങൾക്ക് സത്യം എന്താണെന്ന് മനസ്സിലായാൽ ജനങ്ങൾ അതേ ഇമേജോടുകൂടി എന്നെ നോക്കാൻ തുടങ്ങും. താങ്കളുടെ ഇമേജ് എങ്ങനെ ഇല്ലാതായെന്ന് ഞാൻ പറയൂ. സോഷ്യൽ മീഡിയയിൽ താങ്കളെക്കുറിച്ച് ശരിക്കും ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അതെയോ? ഒരാൾ എന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ, ഇതിനു മുമ്പ് ഒരു പഴഞ്ചൊല്ലുണ്ടായിരുന്നു, കാല കലൂട്ട ബെങ്കൻ ലൂട്ട. ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ, അനൂപ് ജലോട്ട മക്കൻ ലൂട്ട. ഇപ്പൊ എനിക്കൊന്ന് തോന്നുന്നു, ഇത് ഞാൻ ഒരു 2 ലൈനിൽ പാടി കാണിക്കാം. मैया मोरी मैं नहीं माखन खाऊं, मैया मोरी मैं नहीं माखन खाऊं. ഇത് കേട്ടിട്ട് മറ്റതെല്ലാം മറന്നേക്കും. താങ്കൾ വെണ്ണ മോഷ്ടിച്ചില്ലെന്ന് പറയുന്നു, പക്ഷെ മൊത്തത്തിൽ കല എടുത്തോണ്ട് പോവുകയും. അതുപോലെ പലതും ഇതിൽ എഴുതിയിട്ടുണ്ട്. അവരെന്താ എഴുതിയിരിക്കുന്ന വെച്ചാൽ, അനൂപ് ജലോട്ടിന് 65 വയസ്സാണ്, ആ പെൺകുട്ടിക്ക് 27 വയസ്സാണ്, തമ്മിൽ 35 വയസ്സ് വ്യത്യാസം. അതായത് ഈ ജഗദീഷ് സിംഗ് പാടാറില്ലേ, ന ഉമ്ര കി സീമാ ഹോ न जन्म का हो बंधन. ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ, അത് അഫെയറേ അല്ല. ഒരുപക്ഷെ അവിടെ അഫെയർ ഇല്ലെങ്കിൽ ജനങ്ങൾ സംസാരിക്കട്ടെ, അതിലെന്തിരിക്കുന്നു? ജനങ്ങൾ എന്താ പറയുന്നത് വെച്ചാൽ, ഭജന് ഇത്രത്തോളം ശക്തി ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളും ഭജന. അതെ, നോക്കൂ, ഭജനിൽ ശക്തിയുണ്ട്. പക്ഷേ അത് നിങ്ങൾ ദുരുപയോഗപ്പെടുത്തരുത്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് ഭജൻ ശക്തിയുടെ പ്രസാദം ലഭിച്ചോ? നിങ്ങളുടെ മുൻപിലാണ് ഉള്ളത്. നോക്കൂ, ഭജൻ പാടിയാണ് ഞാൻ ആപ്കെ അദാലത്തിലേക്ക് എത്തിയത്. എന്റെ അഭിപ്രായത്തിൽ ഇതൊരു വലിയ പ്രസാദമാണ്. ഒരു യുവാവ് എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് വെച്ചാൽ, ഞങ്ങൾ ആവശ്യമില്ലാതെ ഹണി സിംഗ്, മിൽക്ക സിംഗ്, അർജിത് സിംഗിനെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ്. ജലോട്ട സാറിന്റെ അടുത്ത് പോയി പഠിക്കാമല്ലോ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വരൂ, ഞാൻ പഠിപ്പിച്ചുതരാം. ഒന്നുമില്ലെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായും ഒന്നുമില്ല. എന്താ സംഭവിച്ചത്? സത്യം പറയൂ. ഞാൻ നിങ്ങളോട് ഇതിന്റെ മുഴുവൻ ഡീറ്റെയിലും പറയാം. ജസിൻ എൻ്റെ അടുത്ത് വന്ന് ഒരു 2-2.5 വർഷമായി പാട്ട് പഠിക്കുന്നു.
ഇടയ്ക്ക് അവളെ കൊണ്ട് റെഗുലറായിട്ട് വരാൻ പറ്റില്ല. അവളും ബിസി ആയിരിക്കും, ഞാനും ബിസി ആയിരിക്കും. അതായത് ഞാൻ ഏകദേശം 5-6 പ്രാവശ്യം അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. അവളും എന്റെ വീട്ടിലേക്ക് 5-6 പ്രാവശ്യം വന്നിട്ടുണ്ട്. ഒരു ദിവസം അവൾ എന്നെ ഫോണിൽ വിളിച്ച് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എനിക്ക് ബിഗ് ബോസിൽ ഓഫർ കിട്ടിയിട്ടുണ്ട്, ഞാൻ പോകട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു പോ, നിനക്ക് നല്ല പേര് കിട്ടുമെന്ന് പറഞ്ഞു. അതിന് അവൾ പറഞ്ഞു ഒരു പ്രോബ്ലമുണ്ട്, ഒരു വിചിത്ര ജോഡിക്ക് അകത്ത് പോകാൻ പറ്റുമോ എന്ന്. അപ്പം ഞാൻ ആരെങ്കിലും അന്വേഷിക്കുക, അവരെയും വിളിച്ചുകൊണ്ട് പോകുമെന്ന് പറഞ്ഞു. അല്ല, നിങ്ങൾ വരുമെന്ന് പറഞ്ഞു. ഞാൻ വരാൻ പറ്റില്ലെന്ന് പറഞ്ഞു. കാരണം എനിക്ക് അത്ര സമയമില്ല. പിന്നെ അവളുടെ അച്ഛനും എന്നെ വിളിച്ചു. അദ്ദേഹത്തെ എനിക്ക് ആദ്യമേ അറിയാമായിരുന്നു. ഇതിനെക്കുറിച്ച് 2-3 പ്രാവശ്യം ഞങ്ങൾ സംസാരിച്ചതിന് ശേഷം ഞാൻ സമ്മതിച്ചു. നമ്മൾ രണ്ടുപേരും ഒരു വിചിത്ര ജോഡിയായി അകത്തേക്ക് പോകണം, ഗുരു ശിഷ്യയായി. ഈ ആംഗിളിൽ നമുക്ക് ഉള്ളിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഇങ്ങനെയാണ് ഞാൻ അവളോട് പറഞ്ഞത്. അവളും സമ്മതിച്ചു, അവളുടെ അച്ഛനും സമ്മതിച്ചു. എല്ലാം കഴിഞ്ഞു. അതിനുശേഷം ബിഗ് ബോസിന്റെ ടീമിനെ കുറിച്ച് സംസാരിക്കാം. 6 ദിവസം മുമ്പ് ജസ്ലിനെ അവളുടെ വീട്ടിൽ നിന്ന് വന്ന് വിളിച്ചുകൊണ്ടുപോയി. അവള് പോയി. ഞാൻ സ്റ്റേജിലേക്ക് കയറി. ഞാൻ പാടിയ ചില പാട്ടുകളൊക്കെ അവിടെ പാടി. പിന്നെ ഞാൻ സൽമാൻ ഖാന്റെ അടുത്ത് എന്ന് എന്തു പറഞ്ഞെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് അദ്ദേഹം നിങ്ങളുടെ കൂടെ ആരാ വന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ കൂടെ ജസ്ലിനാണ് വന്നതെന്ന്. അവൾ എന്നോടൊപ്പം പാട്ട് പാടും, എന്റെ സ്റ്റുഡന്റാണ്, എന്റെ അടുത്ത് പഠിക്കുകയാണെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു ഒരു പ്രാവശ്യം അവളെ മീറ്റ് ചെയ്യാമെന്ന്. അവള് വന്നു. അവൾ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, എനിക്ക് ഇദ്ദേഹത്തോടൊപ്പം റിലേഷൻഷിപ്പ് ഉണ്ടെന്ന്. പിന്നെ ഞാൻ എങ്ങനെയുള്ള മനുഷ്യനാണെന്ന് വെച്ചാൽ, അങ്ങനെയാണോ, ഇത് റിലേഷൻഷിപ്പാണോ? അപ്പോൾ വാ, അകത്തേക്ക് പോവാം, ഒരു 4-5 ആഴ്ച നമുക്ക് അവിടെ ചെലവിടാമെന്ന് പറഞ്ഞു. അകത്തേക്ക് വാ, പോകാമെന്ന് പറഞ്ഞു. അതിനുശേഷം പുറത്തു വന്ന് എല്ലാവരോടും സത്യം പറയാമെന്ന് പറഞ്ഞു. എന്ന് ഞാൻ പുറത്തു വന്നു. കാരണം അകത്തുള്ളപ്പോൾ പുറത്ത് നടക്കുന്നൊന്നും നമുക്കറിയില്ല അല്ലേ. ഞാൻ എന്നു പുറത്തു വന്നു, അന്ന് തന്നെ എല്ലാവരോടും ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധവുമില്ലെന്ന് ഞാൻ അല്ല, പറഞ്ഞു. താങ്കൾ പറയുന്നതുകൊണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നത്? റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ താങ്കളുടെ മനസ്സിലൊരു പായസമല്ലേ പൊങ്ങി വന്നത്? അവര് ഡേയ്സ് ഓഫ് ലവ് എന്ന് പാടുമ്പോ താങ്കൾ ഭജൻസ് പാടിക്കൊണ്ടിരുന്നു. അവര് പറയുന്നതൊക്കെ താങ്കൾക്കൊന്നും അറിയില്ലെന്ന് പറയുന്നു. അവര് പറയട്ടെ, അത് ആ പാട്ടിന്റെ വരികളാണ്. അവളുടെ പാട്ടാണ്. അതിൽ 70% ഗ്ലാമർ എഫക്റ്റീവ് ആയിരിക്കും, 30% സിംഗിങ്. അത് അവളുടെ സ്റ്റൈലാണ്. അവളെ പാടാൻ അനുവദിക്കൂ. പിന്നെ ഞാൻ അവൾക്ക് ഈ ഉപദേശമാണ് താങ്കളും നൽകിയത്. പറഞ്ഞിരുന്നു നന്നായിട്ട് ഡാൻസ് കളിക്കുന്നു, നന്നായിട്ട് പാടുന്നു. അതെ. ഫസ്റ്റ് ടൈം ആണോ താങ്കൾ ആ ഡാൻസ് ഒക്കെ കണ്ടത്? അതെ, ഫസ്റ്റ് ടൈം കണ്ടു, ഫസ്റ്റ് ടൈം. പിന്നെ ഞാൻ അവൾക്ക് അഡ്വൈസ് നൽകി, നീ സിംഗിങ് 70% വെച്ചിട്ട് ഗ്ലാമർ 30% വെക്കാൻ, എങ്കിലും അവൾക്ക് പാട്ടിൽ പേര് ലഭിക്കൂ. ഈ അഡ്വൈസ് ആണ് ഞാൻ അവളുടെ അച്ഛനോടും പറഞ്ഞത്. താങ്കൾ ഇന്ന് റിലേഷൻഷിപ്പ് ഇല്ലെന്നാണ് പറയുന്നത്. അതെ, തീർച്ചയായും ഇല്ല. അവിടെ പോയതിനു ശേഷമാണ് താങ്കൾക്ക് മനസ്സിലായത്. എന്ത്? അല്ല, അവര് റിലേഷൻഷിപ്പിനെ പറ്റി സംസാരിച്ച കാര്യങ്ങളൊക്കെ അവൾ അപ്പോ ഞങ്ങൾക്കിടയിൽ റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറഞ്ഞതും ഞാൻ ഷോക്കായിപ്പോയി. ഞാൻ ഇവളോട് പറഞ്ഞതൊന്ന്, ഇവൾ ചെയ്തത് മറ്റൊന്ന്. ശരി, വാ, നമുക്ക് അകത്ത് പോയി നോക്കാം. നോക്കൂ സാർ, ഒരു പ്രൊമോഷണൽ വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതും ഞങ്ങളുടെ പക്കലുണ്ട്. അതിൽ അവർ പറയുകയാണ് 3.5 വർഷമായിട്ട് നിങ്ങൾക്കുള്ളിൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഞങ്ങൾ ആരും കാണാതെ മീറ്റ് ചെയ്യാറുണ്ട്. ഞാൻ കൊൽക്കത്തയിലേക്ക് പോകുന്ന സമയത്ത് അനൂപ് ജി എന്നോടൊപ്പം ഞാനും അത് പറഞ്ഞു. ഇത് പ്രൊമോഷണൽ വീഡിയോ ആണ്. അവളോട് ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, അവര് കാണിക്കട്ടെ, അവര് പ്രൊമോഷൻ ചെയ്യട്ടെ. പക്ഷെ അവിടെ നീ ഇങ്ങനെ പറയൂ, നമ്മൾ ഗുരു ശിഷ്യയായിട്ടാണ് അകത്തേക്ക് പോകുന്നത്. ഞാനും അങ്ങനെയാ പറഞ്ഞത്. പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം ജനങ്ങൾ എന്ത് മനസ്സിലാക്കിയെന്ന് വെച്ചാൽ, നേരത്തെ തന്നെ ഇതുപോലൊക്കെ സംഭവിക്കാൻ പോകുന്നതെന്ന് താങ്കൾക്ക് മനസ്സിലായെന്നാണ്. അല്ലല്ല, ഞാൻ എന്തു പറയണമോ അത് പറഞ്ഞു. പക്ഷെ ഞാൻ അവളോട് എന്ത് പറയാൻ പറഞ്ഞോ അത് അവള് പറഞ്ഞില്ല. പറയാത്തതുകൊണ്ട് അവളോട് ഞാൻ എന്തു പറഞ്ഞെന്ന് വെച്ചാൽ, അല്ല നീ പറഞ്ഞില്ല അല്ലേ, ശരി വാ, അകത്ത് പോയി 4-5 ആഴ്ചകൾ സ്പെൻഡ് ചെയ്തിട്ട് പുറത്തു വന്ന് പറയാമെന്ന് പറഞ്ഞു. ഇപ്പോഴും അകത്താ. അവര് തന്റെ മനസ്സ് നൽകിയതായിട്ടാണ് പറയുന്നത്. പറഞ്ഞിട്ട് പോട്ടെ, പറയാൻ അനുവദിക്കൂ. ഞാൻ അങ്ങനെ ഒന്നും ആഗ്രഹിക്കുന്നില്ല, അങ്ങനെ ഒരു ആഗ്രഹവും എനിക്കില്ല. അവൾ പുറത്തു വന്നതിന് ശേഷം അവളോട് പാടാനേ ഞാൻ പറയൂ. സംഗീതം പഠിക്കും. നോക്കൂ, ജസ്ലിൻ എങ്ങനെയാണെന്ന് വെച്ചാൽ, അവൾ എങ്ങനെയാണോ അങ്ങനെ ഇരിക്കട്ടെ, എന്റെ സ്റ്റുഡന്റ് ആയിരിക്കും. എന്ത് ബന്ധമാ ഉള്ളത്? ബന്ധം ഇതാണ്, ഞാൻ പിന്നെ ജസ്ലിന്റെ അച്ഛൻ, ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവളുടെ വിവാഹത്തിൽ കന്യാദാനം ചെയ്യും. ഇതാണ് ബന്ധം. പക്ഷേ അവിടെ താങ്കൾ ഇതുപോലെയല്ലേ പറഞ്ഞത്? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? സാർ, ഇതെല്ലാം നിങ്ങൾ ആ പ്രൊമോഷണൽ വീഡിയോയിൽ പറഞ്ഞതിനെക്കുറിച്ചാ പറയുന്നത്. ഞാൻ ഷോയിൽ എവിടെയെങ്കിലും നിങ്ങളുടെ മുൻപിൽ വെച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടോ? നിങ്ങൾ എല്ലാവരും ബിഗ് ബോസ് കണ്ടു കാണും. അതിൽ ഞങ്ങളുടെ കെമിസ്ട്രി വല്ലതും കണ്ടോ? അല്ലല്ല, താങ്കൾ അവിടെ നിങ്ങൾക്ക് എന്ത് ഞാൻ മനസ്സിലായി? എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് താങ്കൾ പറഞ്ഞു. താങ്കൾ പറയുന്നു കെമിസ്ട്രി മനസ്സിലായില്ലെന്ന്. താങ്കൾ ഒന്നും തന്നെ മനസ്സിലാക്കിയിരുന്നില്ലെന്ന്. പക്ഷെ താങ്കൾ പലതും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇക്കാലത്ത് കുട്ടികൾ അവരുടെ അച്ഛന്റെ കവിളിൽ ഉമ്മ വയ്ക്കല്ലേ? നമ്പർ 2, വെയിറ്റ്. നമ്പർ 2, കേൾക്കൂ, മുഴുവൻ കേൾക്കൂ. അവൾ ഇവിടെ കിസ് ചെയ്തു.
ഞാൻ പറഞ്ഞു ഈ ഭാഗം അങ്ങ് വിട്ടേക്ക്, അവിടെ വേറെ ആരെങ്കിലും കിസ് ചെയ്യുമെന്ന്. ഞാനാ അത് പറഞ്ഞത്. അതും എന്റെ ഡയലോഗാണ്. ഈ കവിള് വിട്ടേക്ക്, ഇവിടെ വേറെ ആരെങ്കിലും കിസ് ചെയ്യുമെന്ന്. ഇതൊക്കെ ഡ്രാമയാണ്. അവിടെ ഇതൊക്കെ സംഭവിക്കുകയായിരുന്നു. വിഷയങ്ങൾക്ക് എന്റർടൈൻമെന്റ് വാല്യൂ നൽകാൻ ശ്രമിക്കുകയായിരുന്നു. അതല്ലാതെ അവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അവൾ പുറത്തേക്ക് വന്നതിന് ശേഷം അവളും ഇതാ പറയാൻ പോകുന്നത്. താങ്കൾ പറഞ്ഞു വരുന്നത് ഒരച്ഛന് മകൾ എങ്ങനെയാണോ ഉമ്മ കൊടുക്കുന്നത് അതുപോലെയാണെന്നാണോ? അതെ, നിങ്ങൾ തന്നെ നോക്കൂ, എവിടെ ചെയ്തു കണ്ടോ? ഇപ്പോ കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരച്ഛന്റെ കവിളിൽ ഉമ്മ വയ്ക്കല്ലേ? പറയൂ. അതൊരു ഷോ ആയതുകൊണ്ട് അത് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ ചുണ്ടിൽ കുറച്ചധികം ലിപ്സ്റ്റിക് ഇട്ടു. ഞാൻ എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ഇവിടെ ചെയ്യില്ല, അതിന് വേറൊരാൾ വരുമെന്ന്. പിന്നെ ജസ്വിന് വേണ്ടി താങ്കൾ ഒരു പാട്ടും പാടിയില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്? ദേ നോക്ക്, അത് മുഴുവൻ സ്ക്രിപ്റ്റഡ് പ്രോഗ്രാമാണ്, ഡേറ്റിംഗ് പ്രോഗ്രാമാണ്. ഞങ്ങളോട് എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ഞങ്ങൾ നിങ്ങളെ റെഡിയാക്കും, ഞങ്ങളുടെ ആളുകൾ നിങ്ങളെ റെഡിയാക്കും, അവർ നിങ്ങളെ ഒരു റൂമിലേക്ക് വിളിച്ചുകൊണ്ടുപോകും. അവിടെ അവരെന്തു പറഞ്ഞു എന്ന് വെച്ചാൽ ഈ ഡേറ്റ് നിങ്ങൾ ഭംഗിയാക്കി ചെയ്യൂന്ന് പറഞ്ഞു. ശരി, ഞങ്ങളെ റെഡിയാക്കി, ഞങ്ങളും ചെന്നു. അവിടെ നല്ല രുചിയുള്ള ഭക്ഷണം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഭക്ഷണം ദിവസവും ഞങ്ങൾ വേണം ഉണ്ടാക്കാൻ. പക്ഷെ അവിടെ അന്ന് ഓൾറെഡി ഭക്ഷണം ഉണ്ടായിരുന്നു, ഹാർമോണിയം ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഒരു വളരെ നല്ല പാട്ട് പാടി. അതിനുശേഷം ഞാൻ ഒരു നല്ല ലവ് സോങ്ങും പാടി. പിന്നെ ഞങ്ങൾ അവിടെ കുറച്ച് ഡാൻസും ചെയ്തു. ഇത് അവർ ഓർഗനൈസ് ചെയ്ത ഒരു ഡേറ്റാണ്. അത് ഞങ്ങൾ ഭംഗിയായി ചെയ്തു. ഇതിലെന്താ തെറ്റുള്ളത്? അപ്പൊ താങ്കൾ അപമാനിക്കുകയല്ലേ ചെയ്തത്? അവർ താങ്കളെ मुन्नी बदनाम हुई डार्लिंग तेरे लिए। അല്ല, ഞാൻ എവിടെ അപമാനിച്ചു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പോഴും ജനങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ശരിക്കും അറിയില്ല. കാരണം ജസ്ലിന്റെ അച്ഛൻ പോലും എന്റെ അടുത്ത് ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം എന്തു പറഞ്ഞു എന്ന് വെച്ചാൽ, നോക്കൂ, ഇങ്ങനെയൊന്നും ഇല്ലെന്ന് എനിക്കറിയാം. നിങ്ങൾക്കൊരു കാര്യം അറിയോ? ജസ്ലിൻ എവിടെ പോയാലും ഒന്നുകിൽ അവളുടെ ബ്രദറോ അല്ലെങ്കിൽ ഫാദറോ ഉണ്ടാകും. സോ അവർക്ക് അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാം. ഇങ്ങനെയുള്ള ഒന്നുമില്ലെന്ന്. അതുപോലെ ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്റെ ജീവിതത്തിൽ സംഭവിക്കാൻ അനുവദിക്കില്ല. ഞാൻ എന്റെ ജീവിതത്തിൽ സന്തോഷവാനാണ്. ഞാൻ സന്തോഷത്തോടു കൂടിയിരിക്കുന്നു. എന്റെ ഭാവി ജീവിതത്തിൽ നിങ്ങൾ ഇതൊന്നും കേൾക്കില്ല. എനിക്ക് ഒരാളുമായി റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരാളുമായി വിവാഹം കഴിഞ്ഞു എന്നൊക്കെ. കാരണം എന്റെ ജീവിതത്തിൽ എല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇതിനെക്കുറിച്ച് താങ്കൾ പറയൂ. 3.5 വർഷമായിട്ട് ഞങ്ങൾക്കുള്ളിൽ റിലേഷൻഷിപ്പ് ഉണ്ട്. 3.5 വർഷമായിട്ട് ഞങ്ങൾ പരസ്പരം കാണുന്നുണ്ട്. കൊൽക്കത്തയിലേക്ക് ഞാൻ പോയ സമയത്ത് അദ്ദേഹവും എന്റെ പിന്നാലെ വന്നു. താങ്കളും ഞാൻ ഡൽഹിയിലേക്ക് പോകുമ്പോൾ അവളും പിന്നാലെ വരുന്നെന്നും പറയുന്നു. ഇത് പ്രൊമോഷൻ വീഡിയോ ആണ്, അതിൽ പറഞ്ഞു. സോ അതിൽ അത് മാത്രമേ ഉണ്ടാവും, വേറൊന്നും ഉണ്ടാവില്ല. അത് സത്യമല്ല. ഇതിൽ നിങ്ങൾ നോക്കിയാൽ ഒരു തുള്ളി പോലും സത്യമില്ല. അല്ല, താങ്കളുടെ ഇമേജ് ശരിയാക്കാൻ വേണ്ടി നോക്കിയാ? അല്ലല്ലല്ല, തീർച്ചയായും ഞാൻ നിങ്ങളോട് 100% സത്യമാണ് പറയുന്നത്, കള്ളമല്ല. അനൂപ് സാർ, ജനങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എളുപ്പത്തിൽ വിശ്വസിക്കാൻ സാരമില്ല. ആരെന്നെ വിശ്വസിക്കുന്നു അവരെന്നെ വിശ്വസിക്കും. ബാക്കിയുള്ളവരെ കുറിച്ച് ഞാൻ ഒരു 4 വരിയിലൂടെ പാടി കേൾപ്പിക്കട്ടെ. ഒന്ന് പാടൂ സാർ. साधो मन का मान त्यागो, काम क्रोध संगत दुर्जन की, ताते अहनिस भागो। साधो मन का मान त्यागो, दुख सुख दोनों सम करी जाने, और मान अपमाना। हरक शोक ते रहे अतीता, तिन जग तत्व पछाना। साधो मन का मान त्यागो. ഞാനിത് വിശ്വസിക്കുന്നു.